ഡ്രീം പോസ്റ്റ് തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഓട്ടോമൊബൈൽ കഴിഞ്ഞ ആളുകൾക്കും അതേപോലെ തന്നെയാണ് അഡ്വൈസ്, അല്ലെങ്കിൽ ഒരു 300ഓളം ആളുകൾക്കെങ്കിലും അഡ്വൈസ് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മെക്കാനിക്കലും അതേപോലെ തന്നെ ഓട്ടോമൊബൈലും ഡിപ്ലോമ ഓർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരുടെ ഒരു ഡ്രീം ജോബാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. എന്നിരുന്നാലും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ പല ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാം എഴുതാൻ പറ്റുന്ന നിങ്ങളുടെ മെക്കാനിക്കൽ കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഒരുപാട് ഇൻസൈറ്റുകൾ ലഭിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതായത് ഈ എക്സാമിന് വേണ്ടി എപ്പോൾ പഠിച്ചു തുടങ്ങണം, അതേപോലെ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് തുടങ്ങിയ A to Z കാര്യങ്ങൾ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മെക്കാനിക്കലുകളുടെ ഒരു ഡ്രീം പോസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു പോസ്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. നിങ്ങൾ ഈ ഒരു മോട്ടോർ വെഹിക്കിൾ എന്താ പറയുക ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്തും അതേപോലെ തന്നെ പല സ്ഥലങ്ങൾ, അതായത് സാധാരണ റോഡ് സൈഡിൽ അവർ കാണാറില്ല. എന്നായിരുന്നാലും നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതിന്റെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ്. സ്റ്റാർട്ടിങ്ങിൽ കയറുമ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ്, പിന്നെ പ്രൊമോഷൻ ആയിട്ടാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒക്കെ ആയിട്ട് മാറുന്നത്. ഇതിന്റെ വേക്കൻസീസ് കഴിഞ്ഞ പ്രാവശ്യം 30 ആട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. 30 അല്ല, നിലവിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് 100-നടുത്ത് റാങ്കുള്ള ആളുകൾക്ക് വരെ പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ഓഫ് ലിസ്റ്റ് വരാൻ പോകുന്നുണ്ട്, അതായത് അടുത്ത സെറ്റ് ഓഫ് അഡ്വൈസ് പോകാൻ പോകുന്നുണ്ട്. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 45,600 മുതൽ 95,600 വരെ ഒരു നല്ല സാലറി സ്കെയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ എല്ലാവരും ചിന്തിക്കുന്നത് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ കൈക്കൂലിയൊക്കെ വാങ്ങാൻ പറ്റിയ പോസ്റ്റാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള എന്താ പറയാ ഒരു യൂണിഫോം പോസ്റ്റ് ആണല്ലേ. അതായത് നമ്മൾ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അതേപോലെ എക്സൈസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ഫോഴ്സിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്, യൂണിഫോം ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൽ കിട്ടുന്നത്. പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഡ്രീം ആണല്ലേ. അതുകൊണ്ടാണ് മെക്കാനിക്കൽ കഴിഞ്ഞ ഒരുവിധപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഒക്കെ ഒരു ഡ്രീം പോസ്റ്റ് തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഓട്ടോമൊബൈൽ കഴിഞ്ഞ ആളുകൾക്കും അതേപോലെ തന്നെയാണ്. ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണെങ്കിൽ 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ബോൺ ബിറ്റ്വീൻ 2/1/1986 മുതൽ 1/1/2001 വരെയാണ്. അപ്പൊ ഇതിൽ റിലാക്സേഷൻ വരുന്നുണ്ട് ആസ് പെർ PSC നോംസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ SC ST OBC കാറ്റഗറിയിൽ, ഇപ്പോൾ OBCയിലാണെങ്കിൽ ഒരു 3 ഇയറിന്റെ ഉണ്ട്, SCയിലാണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ 3 ഇയറിന് OBCന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഈ ഒരു ഏജിനെ 21 to 39 എന്ന് പറയാം. അതേപോലെ തന്നെ SC STയിലാണെങ്കിൽ 21 to 41 എന്ന് പറയുന്ന ഏജിലേക്ക് വരും എന്ന കാര്യം മനസ്സിലാക്കുക. ഈ എക്സാമിന് പ്രത്യേകത ഉണ്ട്. സാധാരണ PSC എക്സാംസുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഏജ് ലിമിറ്റും അതേപോലെ തന്നെ ക്വാളിഫിക്കേഷനിലേക്ക് ഞാൻ വരികയാണ്, അങ്ങനെ 1-2 ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ അത് മാത്രമല്ല, ചില ക്രൈറ്റീരിയകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഒരുപാട് വലിയൊരു നമ്പറിലേക്കൊന്നും സാധാരണ പോകാറില്ല. കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയത് വെറും 9,000 ആളുകൾ മാത്രമാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ എന്തായാലും ഈ ഒരു എക്സാമിന്റെ ഫൈനൽ ഔട്ട് വരുന്ന സമയത്ത് 200-ലധികം ആളുകൾക്ക് അഡ്വൈസ്, അല്ലെങ്കിൽ ഒരു 300ഓളം ആളുകൾക്കെങ്കിലും അഡ്വൈസ് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. പക്ഷെ ഇതിന് കുറെ ക്രൈറ്റീരിയകൾ ഉണ്ട്. കാരണം ഇതെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന കണ്ടീഷൻസുകൾ കൃത്യമായിട്ട് ഉള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ അല്ലാണ്ട് ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് ജസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി നോക്കാം. ഒന്ന്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കി നോക്കാം. പാസ് ഇൻ SSLC or equivalent. Then diploma in automobile or mechanical engineering 3 year പറ്റും. ഓക്കെ, ഇതിൽ ഈ ഒരു 3 ഇയറിന് പകരം നമ്മൾക്ക് എന്താണ് BTech ഉണ്ടെങ്കിലും പറ്റും കേട്ടോ. BTech ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇനി നിങ്ങൾക്കുള്ള സംശയമാണ് വേറെ ഏതെങ്കിലും അലൈഡ് ബ്രാഞ്ചസുകാർക്ക് ഇത് പറ്റുമെന്ന്. തീർച്ചയായിട്ടും മെക്കാനിക്കൽ ഇക്വലന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണെങ്കിൽ, അതായത് മെക്കാനിക്കൽ ഇക്വലന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസുകാർക്കും എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്തത്, മസ്റ്റ് ഹോൾഡ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്. ഈ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ മോട്ടോർ സൈക്കിൾ, അതേപോലെ ഹെവി ഗുഡ് വെഹിക്കിൾ, അതേപോലെ തന്നെ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ലൈസൻസ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ സാധാരണ
നിങ്ങൾക്ക് കിട്ടുന്ന ലൈസൻസ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിളിൻ്റെ ഉണ്ട്, അതേപോലെ മോട്ടോർ സൈക്കിളിൻ്റെ ഉണ്ടാവാറുണ്ട് അല്ലേ. ഇതിൽ ഹെവി ലൈസൻസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെവി ലൈസൻസ് പാസഞ്ചർ വെഹിക്കിളിലും വേണം, അതേപോലെ ഗുഡ്സ് വെഹിക്കിളിലും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നിങ്ങളൊരു ഹെവി ലൈസൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹെവി ലൈസൻസ് എടുത്തു വെക്കുക. കാര്യം അവസാന എക്സാം ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് അന്നേരം നമ്മൾ നോക്കാമെന്ന് വിചാരിക്കരുത്. ആ സമയത്തൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. തീർച്ചയായും ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ കൂടുതൽ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഓൾമോസ്റ്റ് ഇത് പറഞ്ഞ പോലെ ഈ ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്തത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഇമാജിൻ, ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡിലേക്ക് പോവാണ്. അതിന്റെ മുന്നേ ചെറിയൊരു സന്തോഷം. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൽ എൻട്രി ആപ്പിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ 80-ലധികം ഉദ്യോഗാർത്ഥികൾ, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ ആയിരുന്നു. അതായത് റാങ്ക് ലിസ്റ്റ് വന്ന അന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റയാണ്. ആ റിസൾട്ട് ഒന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവരിൽ ആദ്യ റാങ്കുകാരെല്ലാം ഇന്ന് എന്താണ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായിട്ട് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയിട്ടുള്ള ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകളായിരിക്കും. ബാക്കിയുള്ള ആളുകൾക്കും വൈകാതെ തന്നെ പോസ്റ്റിംഗ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും മികച്ച റിസൾട്ട് ആയിരുന്നു ആ ഒരു സമയത്ത് എൻട്രിയുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കോഴ്സിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഏറ്റവും മികച്ച റിസൾട്ട് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ച റിസൾട്ട് ഉള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ള ആ ഒരു ഖ്യാതി നമുക്ക് അന്ന് എൻട്രി ആപ്പിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദെൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെക്കാനിക്കൽ കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് അല്ലത്. അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയിൽ ഒന്നാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ഇതിൽ വരുന്ന മെയിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 165 സെന്റിമീറ്റർ, അതേപോലെ തന്നെ ചെസ്റ്റ് 81 സെന്റിമീറ്റർ ആണ്, +5 സെന്റിമീറ്റർ ഓൺ എക്സ്പാൻഷൻ ഉണ്ടാവണം. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മെയിൽ കാൻഡിഡേറ്റിന് 165 സെന്റിമീറ്റർ ആണ് അവരുടെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. ചെസ്റ്റ് 81 സെന്റിമീറ്റർ +5 സെന്റിമീറ്റർ എക്സ്പാൻഷനുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ ഫീമെയിൽ കാൻഡിഡേറ്റ്, തീർച്ചയായിട്ടും മെക്കാനിക്കലിൽ ഫീമെയിൽ കാൻഡിഡേറ്റ് കുറവാണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിടെക് പഠിക്കുന്ന സമയത്ത് മെക്കാനിക്കലിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും ഫീമെയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓൾറെഡി എൻട്രിയിൽ നമ്മൾ ഒരു ഫീമെയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫീമെയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 152 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ ഈ ഹൈറ്റും അതേപോലെ തന്നെ ചെസ്റ്റും, ഫീമെയിലിന്റെ കേസിൽ ചെസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, മെഷർ ചെയ്യുന്നില്ല. ഇവിടെയാണ് എന്ത് ചെയ്യുന്നിട്ടുള്ളത്, മെയിലിന്റെ കേസിൽ 165 സെന്റിമീറ്റർ, അതേപോലെ ചെസ്റ്റ് 81 സെന്റിമീറ്റർ. ഇത് നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല. ഇനി ഇതിൽ എന്തെങ്കിലും റിലാക്സേഷൻസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SC/ST മെയിൽ കാൻഡിഡേറ്റ്സിന് 160 സെന്റിമീറ്റർ ആണ്. അതായത് 165 ഉള്ളത് 160 മതി. അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റിന് 150. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, SC/ST കാൻഡിഡേറ്റ്സിന് മാത്രമേ വരുന്നുള്ളൂ. ജനറൽ ആണെങ്കിലും OBC ആണെങ്കിലും ഇതിൽ യാതൊരു മാറ്റവും ഇല്ല, 165 തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഘട്ടമായിട്ട് പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, മിക്കവാറും പരീക്ഷകൾക്ക് അത് മാത്രം ഉണ്ടാവുക. അതിനുശേഷം ഇവിടെ എന്ത് പറഞ്ഞു, ഹെവി ലൈസൻസ് വേണമെന്ന് പറഞ്ഞില്ലേ, ഗുഡ്സിലും അതേപോലെ പാസഞ്ചറിലും. പിന്നെ എന്താ കണ്ടീഷൻ പറഞ്ഞത്, ഹൈറ്റ് ഇത്ര വേണം, ചെസ്റ്റ് ഇത്ര വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടി നോക്കണം. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ വിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വിത്തൗട്ട് ഗ്ലാസ് റൈറ്റ് ഐ 6/6 സ്നെല്ലൻ ഉണ്ടാവണം. അതേപോലെ തന്നെ 0.5 സ്നെല്ലൻ നിയറിൽ ഉണ്ടാവണം, ഇത് ഡിസ്റ്റന്റിലാണ് കേട്ടോ. ലെഫ്റ്റ് ഐ നോക്കുകയാണെങ്കിൽ 6/6 സ്നെല്ലൻ ഉണ്ടാവണം ഡിസ്റ്റന്റിൽ, 0.5 സ്നെല്ലൻ ഉണ്ടാവണം നിയറിൽ. ഓക്കെ, അതർ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ റിക്വയർഡ് ആണ്. നോ കളർ ബ്ലൈൻഡ്നെസ്, കളർ ബ്ലൈൻഡ്നെസ് ആൾക്കൊക്കെ പറ്റില്ല. സ്ക്വിൻഡ് ഓർ മോർബിഡ് ഐ കണ്ടീഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ സർട്ടിഫിക്കറ്റ് ബൈ ഓഫ്താൽമോളജിസ്റ്റ് അസിസ്റ്റന്റ് സർജൻ റാങ്ക് ഓർ എബോവ് ആണ്. അതായത് നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി,
ഒരു സർട്ടിഫൈഡ് ഗവൺമെന്റ് ഓഫ്താൽമോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്തു നോക്കാം. അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ടെസ്റ്റിന് ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന് എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒഫ്താൽമോളജിസ്റ്റിന്റെ അതായത് അസിസ്റ്റന്റ് സർജൻ റാങ്കിന്റെ ഓർ അതിന്റെ മുകളിലുള്ള ആളുകളായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ തരേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് വേണമെന്നൊക്കെ പറഞ്ഞു ഞാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇതാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ വെറും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ. അപ്പൊ നമ്മൾ 1 by 1 ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്ന് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെ. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്രൈറ്റീരിയ ലൈസൻസിന്റെ ഒരു ക്രൈറ്റീരിയ ആണ് അല്ലെ. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡിന് മുന്നേ നമ്മൾ മൂന്നാമത്തെ ക്രൈറ്റീരിയ ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. യെസ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ നാലാമത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഇത് നാലും എന്താണ് ഓക്കെ ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ, എന്നാൽ നിങ്ങൾ ഈ പോസ്റ്റിന് എലിജിബിൾ ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ആളുകളും പോയി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരിക്കില്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ട് ഇത് മാറില്ല എന്നുള്ളതാണ് കാര്യം. പല എക്സാംസുകൾ, ഞാനിപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ ഒരു ഫാക്കൽറ്റിയാണ്. ഇലക്ട്രിക്കലിൽ ഏത് എക്സാംസ് എടുക്കുകയാണെങ്കിലും ഒരു 30-35 ആളുകളെങ്കിലും അപ്ലൈ ചെയ്യാറുണ്ട്. ചുരുങ്ങിയതൊരു 25,000 ആളുകളെങ്കിലും എക്സാം എഴുതാറുള്ള ഒരു പോസ്റ്റാണ് ഇലക്ട്രിക്കൽ എക്സാംസുകൾ. എന്നാൽ മെക്കാനിക്കൽ കഴിഞ്ഞ പ്രാവശ്യം 10,000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഈ എക്സാം എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു 300ഓളം ആളുകൾക്കെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രപ്പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ ഓഫ് കോഴ്സ് ഈ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി എന്ത് ചെയ്യണം, എന്തായിരിക്കണം നമ്മുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി? നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങണോ അല്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിന് ശേഷം പതുക്കെ പഠിച്ചു തുടങ്ങിയാൽ മതിയോ? ആ ഒരു ചോദ്യത്തിനും കൂടി നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ എക്സാമിന്റെ സിലബസിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ചെറിയ എന്താ പറയുക വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ സിലബസിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ സിലബസിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ, ഇതെല്ലാം 10 മാർക്കിന്റെ ആദ്യത്തെ ഈ 4 മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്. ഇത് മെക്കാനിക്കലിന്റെ ടോപ്പിക്കാണ്, മെക്കാനിക്കലിന്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ തെർമൽ എഞ്ചിനീയറിംഗ്, അതും 10 മാർക്കിനാട്ടോ. ഇത് 10 മാർക്കിനാണ്. അതേപോലെ ഇതും 10 മാർക്കിനാണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ 10 മാർക്കിനുണ്ട്. അതേപോലെ മെഷീൻ എലമെന്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലർ 10 മാർക്കിനുണ്ട്. അങ്ങനെ 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ് മെക്കാനിക്കലിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, മെക്കാനിക്കലിന്റെ അണ്ടറിൽ 40 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, മനസ്സിലാക്കാം. ഇനി അടുത്ത 40 മാർക്ക് വരാൻ പോകുന്നത് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എൻജിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ് 10 മാർക്സ് വരുന്നത് ഓട്ടോമൊബൈലിലാണ്. അതേപോലെ ചേസിസ് 10 മാർക്സ് വരുന്നത് ഓട്ടോമൊബൈലാണ്. അതേപോലെ തന്നെ ദെൻ ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം 10 മാർക്സ് വരുന്നുണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസ് 10 മാർക്സ് വരുന്നുണ്ട്. അങ്ങനെ ഓട്ടോമൊബൈലും എത്ര മാർക്ക് വരുന്നുണ്ട്? ഓട്ടോമൊബൈലും ഒരു 40 മാർക്സ് വരുന്നുണ്ട്. അതായത് 40% ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് മെക്കാനിക്കലിൽ, 40% ചോദ്യങ്ങൾ മെക്കാനിക്കലിലും ഓട്ടോമൊബൈലും വരുന്നുണ്ട്. ഇനി ബാക്കി ചോദ്യങ്ങൾ എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് 10 മാർക്കിന് വരുന്നുണ്ട്. ഓക്കെ, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഡ്രൈവിംഗ് ലൈസൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട്. അപ്പം ഡ്രൈവിംഗ് ലൈസൻസിന് പോകുന്ന സമയത്ത് തന്നെ അതിന്റെ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതേപോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അത് മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതേപോലെ അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് എന്ത് ചെയ്യുന്നിട്ടുള്ളത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നും പഠിക്കാനില്ല, അതിൽ ചില വകുപ്പുകൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. അവിടെയും ഒരു 10 മാർക്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു 20 മാർക്സ് ആണ് നിങ്ങൾക്ക് അവിടെ വരുന്നത്. അതായത് നമ്മൾ മെക്കാനിക്കൽ പഠിച്ച ആൾക്കാർക്കും എല്ലാവരും പഠിക്കുന്ന ആൾക്കാരും ഈ ഒരു 20 മാർക്സ് കൂടി നമുക്ക് എഴുതാനുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 100 മാർക്സ് വരുന്നത്. ഇതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ല, ഈ സിലബസിൽ ഒളിപ്പിച്ച് വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് അവർ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ നോക്കുകയാണെങ്കിൽ വെറും 40% ടോപ്പിക്ക് മാത്രമേ അവരുടെ സ്ട്രീമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരാൾക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ബാക്കി 60% പുറത്തു നിന്നാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതായത് ഞാനിപ്പോൾ മെക്കാനിക്കൽ കഴിഞ്ഞ ഒരാളാണെങ്കിൽ 60% ഞാൻ മെക്കാനിക്കൽ അല്ലാത്ത ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഇനി ഓട്ടോമൊബൈൽ കഴിഞ്ഞ ആളാണെങ്കിലോ അയാളൊക്കെ സംബന്ധിച്ചിടത്തോളം സെയിം 40% മാർക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ സ്വന്തം ട്രേഡിൽ നിന്ന് പഠിക്കാനുള്ളൂ. 60%
പുറത്തു നിന്ന് പഠിക്കാനുണ്ട്. അത് തന്നെയാണ് ഈ എക്സാമിലെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടിയും അതേപോലെ തന്നെ ഈ എക്സാമിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നിങ്ങൾ മറ്റൊരു ബ്രാഞ്ചിന്റെ ടോപ്പിക്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ ബ്രാഞ്ച് മെക്കാനിക്കലുകാരും മെക്കാനിക്കലിന്റെ ടോപ്പിക്കുകൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറുകാരും പഠിക്കണം. ഇവർ രണ്ടുപേരും എന്ത് പഠിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള 20 മാർക്സ് ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസും ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്, അതായത് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലാസ്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ കിട്ടുന്നുള്ളത്? ഒരിക്കലും ഇല്ല. പ്രത്യേകിച്ച് പറയാന്നുണ്ടെങ്കിൽ ഇത്തരം പുതിയ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചെടുക്കണമെങ്കിൽ ടൈം കൺസ്യൂമിങ് തന്നെയാണ്. കാര്യം നിങ്ങൾ ബിടെക്കിന് ഡിപ്ലോമക്ക് പഠിച്ച ടോപ്പിക്കുകൾ പഠിക്കാൻ വലിയ എഫേർട്ട് ഉണ്ടാവില്ല. പക്ഷെ അത് കഴിഞ്ഞ് 60% അഡീഷണലി പഠിക്കാനുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ എക്സാം ഈ വർഷം തന്നെ വിളിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. അടുത്ത വർഷമായിരിക്കും ഇതിന്റെ എന്ത് ചെയ്യാൻ പോകുന്നത്? നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ എൻട്രിയുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലി നിങ്ങൾ 1 ഇയറിലേക്ക് നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ അഡീഷണലി 1 ഇയർ കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊവൈഡ് ചെയ്യാണ്. അതായത് നിങ്ങൾ നോർമലി നമ്മൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1 ഇയറിന്റെ ഒരു കോഴ്സാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലി ഒരു 1 ഇയർ കൂടി ആഡ് ഓൺ ആയിട്ട് ലഭിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അവസരം എന്ന് പറയുന്നത് ഏറ്റവും വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏർലി ബേർഡ് ഓഫർ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും മികച്ച റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിസൾട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. ഇതേപോലെ മികച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടീം എൻട്രിയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എൻട്രിയുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതേപോലെ ഇനിയൊരു സമയം മാറ്റി വെക്കരുത്. നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ടൈമാണ്. അത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ജേർണിയിൽ ഏറ്റവും മികച്ച റാങ്കിൽ വന്ന ആദ്യ ലിസ്റ്റിൽ തന്നെ വരികയാണെങ്കിൽ, ആദ്യ റാങ്കുകളിൽ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പോസ്റ്റിംഗിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയുള്ള ആളുകൾക്കായിരിക്കും ആദ്യം പോസ്റ്റിംഗ് വരിക. അതുകൊണ്ട് എത്രയും നല്ല റാങ്ക് ഉണ്ടാക്കുന്നോ അത്രയും മികച്ച പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രിപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻട്രിയുടെ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.